നിങ്ങളുടെ സൗദി പ്രൈവറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനായിട്ടുണ്ടോ എങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അബ്ഷിർ ആപ്ലിക്കേഷൻ വഴി ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കിയതിന് ശേഷം പോസ്റ്റൽ വഴി ഡ്രൈവിംഗ് ലൈസൻസ് വരുത്താനുള്ള ഡോക്യുമെൻറ്റ് ഡെലിവറി ഓപ്ഷൻ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. താൽക്കാലികമായി അബ്ഷിറിൽ നിന്നും ഡോക്യുമെൻറ്റ് ഡെലിവറി എന്ന ഓപ്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ലൈസൻസ് പുതുക്കി കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് പോസ്റ്റൽ വഴി ഫിസിക്കൽ കാർഡ് ലഭിക്കും? അതിനുള്ള പരിഹാരമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ കിടക്കുന്നതിന് മുമ്പായിക്കൊണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നത് യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലോ ടിക്ടോക്കിലോ ആണെന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ പ്രൈവറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കിയതിന് ശേഷം ലൈസൻസിൻ്റെ കാർഡ് പോസ്റ്റൽ വഴി ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ലൈസൻസ് പുതുക്കാനുള്ള മെഡിക്കലും ഗവൺമെൻറ് ഫീയും അടച്ചതിന് ശേഷം ലൈസൻസ് പുതുക്കാൻ വേണ്ടി അബ്ഷിർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന് പകരം abshir.sa എന്നുള്ള അബ്ഷിറിൻ്റെ വെബ്സൈറ്റ് ഉപയോഗിക്കുക. അബ്ഷിർ വെബ്സൈറ്റ് വഴി ലൈസൻസ് പുതുക്കുന്ന സമയത്ത് അവസാന ഘട്ടത്തിൽ ഡോക്യുമെൻറ്റ് ഡെലിവറി ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. സൗദി പോസ്റ്റ് വഴി നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി 17 റിയാലും 25 അലാലയുമാണ് നാം ഫീ അടയ്ക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, സൗദി പോസ്റ്റ് വഴി ഡ്രൈവിംഗ് ലൈസൻസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാഷണൽ അഡ്രസ് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. abshir.sa എന്നുള്ള വെബ്സൈറ്റ് വഴി എങ്ങനെ ലൈസൻസ് പുതുക്കാനുള്ള വിഷയത്തിൽ വളരെ വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് വേണ്ടവർക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ലൈസൻസ് പുതുക്കുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും ലൈസൻസ് മെഡിക്കലുമായി ബന്ധപ്പെട്ട സഹായങ്ങൾക്കും എല്ലാം തന്നെ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ കമൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ കാണാം. അപ്പോൾ ഇതുപോലെ പരിചയപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.